എല്ലാവരും കൂടെ. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. صدق الله العلي العظيم. പ്രിയപ്പെട്ട മഹദരി അസോസിയേഷൻ്റെ കീഴിൽ നടക്കുന്ന മഹദരി സംഗമത്തിൻ്റെ പ്രഥമ പരിപാടിയാണ്. മലപ്പുറം ജില്ലയിൽ അതിൻ്റെ അധ്യക്ഷം അലങ്കരിക്കുന്ന അനീസ് മഹദരി ഈ മഹനീയമായ മജ്ലിസിനെ ദുആ കൊണ്ട് അനുഗ്രഹിച്ച സയ്യിദ് അവറുകൾ, ഉദ്ഘാടനം ചെയ്ത അയ്യൂബ് ഖാൻ മഹദരി ഉസ്താദ്, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, അള്ളാഹു നമ്മുടെ ഈ സംഗമം അള്ളാഹു തൃപ്തിപ്പെട്ട നിലയിൽ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു വലിയ പ്രഭാഷണം നടത്താൻ ഞാൻ അനുയോജ്യനല്ല എന്നുള്ളത് വ്യക്തമായി അറിയുന്നതിനോടൊപ്പം നല്ല നിലയിൽ ഇൻഷാ അല്ലാഹ് നല്ല കഴിവുറ്റ മുദരിസന്മാരായ ഖതീബന്മാരായ പണ്ഡിത സഭകളിൽ മെമ്പർഷിപ്പുള്ള നല്ല നല്ല മഹദരി പണ്ഡിതന്മാർ വേദിയിലുണ്ട്. ശേഷം അവരൊക്കെ നന്നായി സംസാരിക്കുമെന്നുള്ളതിനാൽ എന്നിൽ അർപ്പിതമായ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു പറയുന്നതനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇവിടെ നിശ്ചയിച്ചെന്ന വിഷയം സുന്നത്തും ബിദ്അത്തും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സ്വാഗത പ്രഭാഷണത്തിലും ഉപക്രമത്തിലും അതുപോലെ ഉദ്ഘാടന സംഭാഷണത്തിലൊക്കെ അതിനെക്കുറിച്ചൊന്ന് തൊട്ടുകൊണ്ട് സംസാരിച്ചു പോയിട്ടുണ്ട്. അതിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, മഹദരി പണ്ഡിത കൂട്ടായ്മയിലെ വിഭിന്നങ്ങളായ കേരളക്കരയിലെ മറ്റ് സനദുകളൊക്കെ അൽഹംദുലില്ലാഹ് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആയുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം മഹദരി സനദുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് സനദ് കരസ്ഥമാക്കിയ ഒരൊറ്റ പണ്ഡിതന്മാരും, ഓർമ്മ ശരിയെങ്കിൽ ബാഖിയാത്തു സ്വാലിഹാത്തിൻ്റെ 1 വയസ്സിന് ഇളയ സ്ഥാപനമാണ് മഹ്ദറത്തുൽ ഖാദിരിയ അറബി കോളേജ്. ആ കാലയളവ് മുതൽ ഇന്ന് എത്തി നിൽക്കുന്ന ഈ സമയം വരെയും 1970 കാലത്ത് മഹദരിയായി പുറത്തിറങ്ങിയ ഒരു മഹാപണ്ഡിതനാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ അബ്ദുറഹ്മാൻ ഉസ്താദ് അടക്കമുള്ളവർ.
അവരന്നും ഇന്നും ഈ നിമിഷം വരെയും അള്ളാഹുവിൻ്റെ ദീനും ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, അവിടുന്ന് നമുക്ക് കാട്ടിത്തന്ന മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്ന പരിശുദ്ധമായ ദീനിൻ്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശത്തിൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരൊറ്റ മഹ്ദരി പണ്ഡിതന്മാരും അല്ലാഹു തആല ബിദ്അത്തിന്റെ വക്താക്കളായി മാറ്റിയിട്ടില്ല എന്നുള്ളത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഗുണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ് എന്നുള്ളത് സയ്യിദുനാ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിലേക്കാണ് മഹ്ദരി പണ്ഡിതന്മാരുടെ സനദ് വന്നു ചേരുന്നത്. ഉസ്താദുമാരിലൂടെ സയ്യിദ് അബ്ദുല്ലാഹിൽ ബഗ്ദാദി തങ്ങളിലൂടെ, മഹാനായ ഗൗസുൽ ആലം തങ്ങളിലൂടെ, ഷഫീഉൽ വറ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അറ്റമാകുന്നൊരു സനദാണ് മഹ്ദരി സനദ്. നമ്മളൊക്കെ മൊഹീദ്ദീൻമാലയിൽ പറയും പോലെ എല്ലാ കോഴിയും കൂകിയടങ്ങുമേ, ബാക്കി എന്താണ്? മുഹയ്യിദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരുടെ സ്മരണ അന്ത്യദിനം വരെയും നിലനിർത്തുമെങ്കിൽ ആ മഹാനുഭാവന്റെ സയ്യിദുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചേരുന്ന ഈ സനദിന്റെ മഹത്വം ഇലാ യൗമുൽ ഖിയാമ നിലനിൽക്കണം. അല്ലാഹു അതിന് തൗഫീഖ് വരുമാറാകട്ടെ. ഇരിക്കുന്ന മഹ്ദരി പണ്ഡിതന്മാർക്ക് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പറയുമ്പോൾ, അഹ്ലുസുന്നയെ കുറിച്ച് പറയുമ്പോൾ ആദർശപരമായി നാം ചിന്തിക്കുകയാണ് എങ്കിൽ ദീനിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് ഇസ്ലാമാണ്. ഈമാനിയത്ത് എന്നാൽ വിശ്വാസ സംഹിതയാണ്, ഇസ്ലാമിയത്ത് എന്നാൽ കർമ്മങ്ങളുമാണ്. ഈ നിലയിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട സർവ നിയമങ്ങളും ഉണ്ടാകുന്നത് ഈ പറയപ്പെട്ട ഇസ്ലാമിയത്തിൽ നിന്നും ഈമാനിയത്തിൽ നിന്നുമാണ്. ഉദാഹരണം പറഞ്ഞാൽ ആദർശപരമായിട്ട്, ആഖിറ സംബന്ധമായി, ആരാധന സംബന്ധമായി, അതുപോലെ ആചാര സംബന്ധമായി, സാമ്പത്തിക സംബന്ധമായി, ഇങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും പരിശുദ്ധമായ ഇസ്ലാമിയത്തും ഈമാനിയത്തും സമന്വയിപ്പിച്ചു കൊണ്ടിട്ടാണ്. ഇതിൽ നിന്നാണ് നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ഇത് രണ്ടിനും അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. ഈമാൻ എന്ന് പറയുന്നതിനും ഇസ്ലാം എന്ന് പറയുന്നതിനും അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. രണ്ടിനും അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തിൽ ഇളവില്ല. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. വിശ്വാസത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു ഇളവും ഇല്ല എന്നുള്ളതാണ്. അത് വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ അത് സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, മുൻഗാമികളാകട്ടെ, പിൻഗാമികളാകട്ടെ, ഒരാൾക്കും വ്യത്യാസമില്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതിലൊരു അഫുവും ഒരു ഇളവും മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. വിശ്വാസത്തിൻ്റെ കാര്യം എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവർക്കും ബാധകമാണ്. അതേസമയം കർമ്മപരമായ കാര്യങ്ങൾ, ഫിഖ്ഹിയായ കാര്യങ്ങളിൽ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഹജ്ജ് എടുത്തു കഴിഞ്ഞാൽ, സക്കാത്ത് എടുത്തു കഴിഞ്ഞാൽ എന്നിവയിൽ ഈ പറയപ്പെട്ട ഫിഖ്ഹിയായ കാഴ്ചപ്പാടിൽ ചില അഫൂകൾ, ചില വ്യത്യാസങ്ങൾ കാണാം. ഈമാനിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കൊമ്പനാണെങ്കിലും, അങ്ങേ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങേ തട്ടിലുള്ള ആളാണെങ്കിലും അങ്ങേ തട്ടിലുള്ള ആളാണെങ്കിലും ഒരാൾക്കും ഒരു വ്യത്യാസവും
വിശ്വാസവും ഒന്നും തന്നെയില്ല. അതേസമയം ഇസ്ലാമികമായ ഫിഖ്ഹ്പരമായ കർമ്മശാസ്ത്രപരമായ കാര്യത്തിൽ അഫ്വ് ഉണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. ഉദാഹരണം പറഞ്ഞല്ലോ, ഹജ്ജിന്, അതുപോലെ തന്നെ സക്കാത്തില്, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകളുണ്ട്. അതിൽ കഴിവുള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യവും രോഗിയും, ആരോഗ്യമുള്ള ആൾക്കും രോഗമുള്ള ആൾക്കും സകാത്തുമായി ബന്ധപ്പെടുമ്പോൾ സാമ്പത്തികം ഉള്ളവനും ഇല്ലാത്തവനും എന്നിങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ട് എങ്കിൽ ഈമാനികമായിട്ടുള്ള വിഷയത്തിൽ ആ ഒരു സംഗതിയേ ഇല്ല, ഒരാൾക്കും വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടാണ് രോഗിക്ക് ഇളവ് കൊടുക്കുന്നിടത്ത്, അതേപോലെ തന്നെ സമ്പത്തില്ലാത്തവന് സക്കാത്തിൽ ഇളവ് കൊടുക്കുന്നത് പോലെ ഈമാനികമായ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അഫ്വും ഇസ്ലാം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഈ ഇളവുകളൊന്നും ഈമാനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത് വിശ്വാസത്തിൽ ഇളവില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈമാൻ പിഴച്ചാൽ അവന് നരകം ശാശ്വതമാണ്. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. വിശ്വാസപരമായ കാര്യത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കേടുവന്നു പോയി കഴിഞ്ഞാൽ ശാശ്വതമായ നരകത്തിൽ അവൻ അവകാശിയായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസപരമായ കാര്യത്തിൽ യാതൊരു അപ്പീലുമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ശത്രുക്കൾ ശ്രമിക്കുന്നത് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഉസ്താദ് ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു, നമ്മൾക്ക് നേരെ ശക്തമായിട്ടുള്ള നീക്കുപോക്കുകളും അദാവത്തുകളും ശത്രുതകളും ഒക്കെ സംഭവിച്ചാൽ ഫലസ്തീനിലെ മക്കള് എന്തുകൊണ്ടേ നമ്മൾ ഈ അടുത്ത സമയത്തൊരു ഒരാളുടെ വാക്ക്, ഫലസ്തീനിയായ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടു. തൻ്റെ സുഹൃത്ത് ഖത്തറിൽ ജോലി നോക്കുന്നു. അയാളോട് തൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് മാറാൻ പറഞ്ഞപ്പോൾ, ഇല്ല, ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി ഞാൻ രക്ഷപ്പെടുന്നില്ല, മറിച്ച് ഞാൻ ഇവിടുന്ന് മാറി ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഷഹീദാകാനുള്ള അവസരം കൊടുത്തു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വേണ്ടുന്ന ഒരൊറ്റ കാര്യം വിശ്വാസമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശാലമായി വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും ഈ സമയ കുറവ് മൂലം ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. ആ വിശുദ്ധമായ സൂറത്തുൽ മുജാദലയുടെ അവസാനത്തെ ആയത്തിലൂടെ ലോകത്തുള്ള വിശ്വാസികളോട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കാണുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മഅ്ദരി പണ്ഡിതന്മാരെ, ആ പവിത്രമായ സനദിന്റെ മഹത്വം നാം മനസ്സിലാക്കുമ്പോൾ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിനെതിരെ പ്രവർത്തിക്കുന്ന ഒരൊറ്റൊരുത്തനോട് ഒരിക്കലും ഇഷ്ടം വെക്കാൻ, അതാരായിക്കോട്ടെ, വലൗ കാനൂ ആബാഅഹും, അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ തന്നെയും ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങളാണെങ്കിൽ പോലും, ഔ അശീറതഹും, അവരെ കുടുംബക്കാരാണെങ്കിൽ പോലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബിനെ എതിർക്കുന്ന, അവിടുന്ന് പഠിപ്പിച്ചു തന്ന പാരമ്പര്യത്തെ എതിർക്കുന്ന ഒരാളോടും ഒരു നിലക്കും
സന്ധി വെക്കുകയില്ല. പരിശുദ്ധമായ ഖുർആനും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച തിരുസുന്നത്തുകളും അതിനെതിരെ ഒരിക്കലും നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അവരോട് നമുക്ക് സന്ധി വെക്കാൻ കഴിയില്ല. നമ്മൾ ചോദിക്കും, എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനോട് എന്തിനെതിർക്കുന്നു? കാലഘട്ടം മോശമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും മുസ്ലിമീങ്ങൾ ആക്രമിച്ച് വളഞ്ഞു നിന്ന് ആക്രമിക്കപ്പെടുന്ന സമയത്തും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവാദങ്ങൾ, എന്തിനാണ് പ്രതിരോധങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നാം പറയണം, അല്ലാഹുവിന്റെ റസൂലിനോടും അല്ലാഹുവിനോടുമൊക്കെ എതിര് നിൽക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനെന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നിടത്ത് നമുക്കൊരിക്കലും അവരോട് സന്ധി വെക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കിക്കേ, ചില ആളുകളുണ്ട് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ശരിയാണ്, എന്നാ പിന്നെ നിസ്കാരത്തിന് ശേഷം 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് നാം ചോദിക്കുമ്പോ എന്തേ അത് വേണ്ടെന്ന് പറയുന്നത്? ആ നിസ്കാരം അള്ളാഹിന് വേണ്ടി മാത്രമുള്ളതല്ലേ? ആ നിസ്കാരത്തില് നിങ്ങൾ നോക്കിക്കേ, തറാവീഹ് പടച്ച റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദും റുകൂഉം ചെയ്യുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ച് അള്ളാഹിന്റെ മുന്നിൽ കുനിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്ന നമ്മളോട് പറയുന്നു തറാവീഹ് 20 വേണ്ട. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് നന്മയായ ഒരു കാര്യങ്ങൾക്കും അനുകൂലമല്ല, നന്മയായ ഒരു കാര്യങ്ങൾക്കും മഹത്തുക്കളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുചര്യകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മൾ ആലോചിച്ച് നോക്കണം. പൂർവികരെ വിട്ടിട്ട് നമുക്ക് എന്താണ് ദീനിൽ ചെയ്യാൻ പറ്റുക? എന്ത് സൽക്കർമ്മമാ ചെയ്യാൻ പറ്റുക? ഇവരെല്ലാരും പറയുന്നുണ്ടല്ലോ, സഹീഹുൽ ബുഖാരിയിലുണ്ടോ, സഹീഹുൽ മുസ്ലിമിലുണ്ടോ? ഇങ്ങനെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ കാണിച്ചത്, സഹീഹുൽ മുസ്ലിമിൽ കാണിച്ചത്, അല്ലെങ്കിൽ ആധികാരികമായ ഗ്രന്ഥത്തിൽ കാണിച്ച. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചോദിച്ചാൽ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഈ കാണുന്ന രൂപത്തിൽ മുസ്ഹഫ് ഉണ്ടായിരുന്നോ? ഉസ്താദുമാരെ ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് പറ്റുമോ? ഇല്ല. സഹീഹുൽ ബുഖാരി ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കൊടുത്തതാണോ? ഏത് ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണോ സഹീഹ് മുസ്ലിം? അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിയിൽ ദർസ് നടത്തിയത് സഹീഹുൽ ബുഖാരി കൊണ്ടിട്ടാണോ? സഹീഹുൽ മുസ്ലിം കൊണ്ടിട്ടാണോ? അല്ലെങ്കിൽ അതുപോലെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ കൊണ്ടിട്ടാണോ? അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കണം, വികലമായിരിക്കുന്ന ചിന്താഗതികൾ കൊണ്ട് ഒരു മനുഷ്യൻ ഒരിക്കൽ ചോദിച്ചു, ഒരു മഹാനായിരിക്കുന്ന വലിയ അബ്ദുല്ലാഹിൽ ഹദ്റമി തങ്ങളുടെ ചാരത്ത് ദുആ ചെയ്തിറങ്ങിയ ഒരു സാധുവായ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഈ ജാറത്തിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്നത്? അള്ളാഹുവല്ലേ സഹായിക്കുന്നത്, സർവ്വതും തരുന്നത് റബ്ബല്ലേ? അതെ, ഞങ്ങൾക്ക് ആ വിശ്വാസത്തിൽ നിന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആര് സഹായിച്ചാലും ആരെന്ത് തന്നാലും അത് റബ്ബ് തരുന്നതാണ് എന്നുള്ള പരിപൂർണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ ചോദിച്ചത്? നിങ്ങൾ അതിനേക്കാളും നല്ല റബ്ബിനോട് ചോദിച്ചാൽ പോരെ? ഈ കഴിവില്ലാത്ത ആളോടാണ് ചോദിക്കേണ്ടുന്നത്. സത്യത്തിൽ അവിടെ നിൽക്കുന്ന ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി ശ്രദ്ധിച്ചപ്പോ വലിയ സന്തോഷം തോന്നി. അദ്ദേഹം ചോദിച്ചു, നിങ്ങള് ഇസ്ലാമിക വീക്ഷണങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന ആളല്ലേ? അതെ, ആണ്. എങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താണ് ആ സംശയം? നിങ്ങൾ മറുപടി പറയണം. അയാൾ പറഞ്ഞ ആയിക്കോട്ടെ, ചോദ്യം എനിക്ക് പറയാൻ കഴിയും. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പറയുന്നു ഞാൻ ഈ മഖാമിൽ വന്നിട്ട് ദ്വാരക്കുന്നത് ശരിയല്ല, അല്ലാഹുവാണ് തരുന്നത്, കഴിവുള്ളവൻ അവനാണ്. ഞങ്ങൾക്ക് ആ വിശ്വാസം തന്നെ ആണെങ്കിലും അല്ലാഹു തആല ചില കാര്യകാരണങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. നിങ്ങൾ മദ്രസയിൽ പഠിച്ച ആളാണോ? അതെ. കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണോ? അതെ. എങ്കിൽ ചോദിക്കട്ടെ, നമുക്ക് നിർബന്ധമായ ഒരു മനുഷ്യന് പഠിക്കേണ്ടുന്ന 10 മലക്കുകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ?
10 മലക്കുകളുണ്ട്, അതറിയാവോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അറിയാതിനെന്താ, അറിയാതിരിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മീകായിൽ അലൈഹിസ്സലാമാണ്, ഇസ്രാഫീലും അസ്രാഈൽ അലൈഹിസ്സലാമാണ്. ഇങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ശരിയായിക്കൊള്ളട്ടെ, അങ്ങനെയാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ എന്തോ ഒരു ഉത്തരവാദിത്വം അല്ലാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലേ? നിങ്ങൾ പഠിച്ച ആളല്ലേ, അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് അത്? മുർസൽക്ക് വഹി എത്തിച്ചു കൊടുക്കുക. ആയിക്കോട്ടെ. മീകായിൽ ഇസ്ലാമോ? മീകായിൽ ഇസ്ലാം ഇടി, മിന്നൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹം പണി ചെയ്യാറുണ്ട്. അപ്പൊ ഇസ്രാഫീൽ അലൈഹിസ്സലാം അതിങ്ങനെയുള്ള സുറന്ന കാലത്ത് പോകുന്ന പരിപാടിയാണ്. അസ്രായിൽ റൂഹ് പിടിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ചോദിച്ചു, അള്ളാഹ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലേ? അള്ളാഹ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ തിരിച്ചു നിങ്ങളോട്, ഇതൊന്നും കഴിയാത്ത അള്ളാഹിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ വിശ്വാസം തെറ്റിയിട്ടല്ല, ആ മനുഷ്യന്റെ ചോദ്യത്തിന് മറുചോദ്യം എന്നുള്ള നിലയിൽ ആ മനുഷ്യനെ ഉയർത്തുപോയി. നമ്മൾ ആലോചിച്ചു നോക്കിക്കേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഓരോ സംഗതികൾക്കും കാര്യകാരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വഴിയാണ്. അള്ളാഹു നമുക്ക് നന്മ മനസ്സിലാക്കി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കൂടുതലായിട്ടൊന്നും ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ശ്രദ്ധയോടുകൂടി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദീനിന്റെ ഖാഇദകൾ മനസ്സിലാക്കി ജീവിക്കണം. ശത്രുക്കള് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് തന്നെ നമ്മുടെ വിശ്വാസത്തെ തകർക്കാനാണ്, നമ്മുടെ വിശ്വാസത്തെ ബലഹീനമാക്കാനാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാം ഘട്ടത്തിൽ നമ്മളെ ശത്രുക്കൾ നമ്മൾ ശ്രമിച്ചു വന്നത് കർമ്മങ്ങൾക്കെതിരെയായിരുന്നു. ഒന്നാമത് നമ്മൾ ഒരു ഉദാഹരണം പറയാം. ശരീഅത്ത് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു ഈ ഇന്ത്യ മഹാരാജ്യത്ത്. എന്തുകൊണ്ട്? നമ്മൾ നോക്കണം. അതുപോലെ തന്നെ താടി വെക്കാൻ പാടില്ല, തൊപ്പി വെക്കാൻ പാടില്ല, പർദ്ദയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇങ്ങനെ മുത്തലാഖ്, ഇങ്ങനെയുള്ള നിയമങ്ങൾ കർമ്മശാസ്ത്രപരമായി കൊണ്ടുവന്നു. നമ്മുടെ ഈമാനികമായി നമ്മളെ പരാജയപ്പെടുത്താൻ അവർ ശ്രമിച്ചു. കർമ്മശാസ്ത്രപരമായ പല മേഖലകളിലും ഒരു പരിധി വരെയൊക്കെ അവർ വിജയിച്ചുവെങ്കിലും പരിപൂർണമായും അതിനെ കീഴ്പ്പെടാൻ ഇസ്ലാമിക ലോകം വഴിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം നമ്മളെ വിശ്വാസപരമായി ശ്രമിക്കാനാണ് നമ്മളെ ശത്രുക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊരു വഴിമരുന്നാണ് ബിദ്അത്ത് എന്നുള്ളത്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കിക്കേ, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളെ രാജ്യത്ത് മൃഗത്തിന്റെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെ പേരിലാണെങ്കിലും ജയ് ശ്രീരാം വിളിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായി അവര് മുന്നോട്ട് വന്നിട്ടുള്ളത്. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ജയ് ശ്രീരാം വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് പരിശ്രമം നടത്തിയിട്ട് അതിലൊരു 15 വയസ്സുകാരനെ ചുട്ടുകൊന്നു. നമ്മൾ നോക്കിക്കേ, ചുട്ടുകൊന്ന 15 വയസ്സുകാരന്റെ മൃതശരീരം കൊണ്ടുപോകാൻ ആംബുലൻസ് ആവശ്യപ്പെട്ടപ്പോ അതുപോലും നിഷേധിച്ച ഒരു രാജ്യത്ത്, ഒരു നല്ല മതേതര രാജ്യത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളാണ് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും പരീക്ഷണ വിധേയരാണ്. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ആശയവ്യതിയാനം ഉണ്ടാകാൻ പാടില്ല, വിശ്വാസത്തിൽ കളങ്കമുണ്ടാകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് നമുക്ക് അതിനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന അഅതൈനാകൽ കൗസർ എന്ന ചെറിയ സൂറത്ത് അവതരിപ്പിച്ച സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബി വര്യന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നേരമാണ്. അവിടെ നിന്ന് പുഞ്ചിരിച്ചു. കണ്ണടച്ചു കിടക്കുന്ന പ്രവാചകൻ പുഞ്ചിരിച്ചപ്പോ സ്വാഭാവികമായും കിടക്കുന്ന ആള് പെട്ടെന്ന് എഴുന്നേറ്റ് പുഞ്ചിരിക്കുമ്പോ സ്വാഭാവികമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊരു ചോദ്യമുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ എന്താണ് അങ്ങ് പുഞ്ചിരിച്ചത് നബിയേ എന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അവിടെ നീ വിശുദ്ധമായ ഖുർആൻ ഇന്നാ അഅതൈനാകൽ കൗസർ
ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുൽ അബ്തർ. ഞാൻ വിശദീകരിച്ച് പറയില്ല, നിർത്തുകയാണ്. ആ ഇന്ന അഅ്തൈനാൽക്കൽ കൗസർ എന്ന ആ ഹൗദുൽ കൗസറിന്റെ ഉദ്ഘാടനം അത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു. എന്നിട്ട് ആ കൂട്ടത്തിൽ പറയുന്നത് കാണാം, അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യത്തിന്റെ കേദാരമാണല്ലോ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറ മൈതാനിൽ, നാളെ ആ ലോകത്ത് കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന നേരത്ത് എല്ലാവരും ശഫാഅത്തിനായി ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴും അവരൊക്കെ ഓരോ ഒഴിവ് കഴിവ് പറയുമ്പോഴും ഉമ്മത്തി എന്നുള്ള ശബ്ദം അത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് കേൾക്കുക. ആ ഹബീബിന്റെ അടുക്കലേക്ക് ഹൗദുൽ കൗസർ കിട്ടാൻ വേണ്ടി ഓടി ചെല്ലുന്ന സമയത്ത് അല്ലാഹു തആല മുത്തനബി തങ്ങളോട് പറയും, നബിയേ കൊടുക്കരുത്, നബിയേ അവർക്ക് കൊടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തിന്റെ അവിടുത്തെ ആ ഇഷ്ടത്തിന്റെ തന്റെ സമുദായത്തെ ഇത്രയേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കാരുണ്യത്തിന്റെ ഹൃദയമുള്ള മുത്തുനബി അവിടുന്ന് വെള്ളം കോരിത്തരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ അല്ലാഹ് പറയും, നബിയെ കൊടുക്കരുത്. അപ്പൊ അല്ലാഹുവിനോട് മുത്തുനബി തങ്ങൾ പറയും, യാ റബ്ബ് അതെന്റെ ഉമ്മത്താണ്, അതെന്റെ ഉമ്മത്താണ് നബി. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയും, നബിയേ അങ്ങയ്ക്ക് ശേഷം പുത്തൻ ആശയങ്ങൾ കൊണ്ടുവന്ന ബിദ്അത്തുകാരാണവർ, അങ്ങേ ഇകഴ്ത്തിയ ആളുകളാണവർ. അവർക്ക് എങ്ങനെയാണ് നബിയെ കൊടുക്കുക? അങ്ങേ ആക്ഷേപിച്ച ആൾക്ക് എങ്ങനെയാണ് നബിയെ, എങ്ങനെയാണ് ഹബീബായ മുത്തുനബി തങ്ങളെ മോശപ്പെടുത്തുന്നവൻ എങ്ങനെയാണ് നബിയെ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ കൊടുക്കുക? അതുകൊണ്ട് കൊടുക്കണ്ട നബിയെ എന്ന് അല്ലാഹു തആല ഓർഡർ ഇടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ലിസ്റ്റിൽ നമ്മൾ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അനുഗ്രഹിച്ചു തന്ന അനുഗ്രഹത്തെ കുറിച്ച് ഒരൊറ്റ മഹദരിമാരും ബിദ്അത്തിലേക്ക് പോയില്ല എന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ പറഞ്ഞത്. ആ ഒരൊറ്റ കാരണം കൊണ്ടിട്ടാണ് ബിദ്അത്തിലേക്ക് പോകരുത്. ബിദ്അത്ത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെതിരെ പ്രവർത്തിക്കുന്ന, അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവിനോട് എതിരെ പ്രവർത്തിക്കുന്ന ഒരാളോടും വലൗകാന ആബാഅഹും, നിന്റെ വാട്ടിൽ നിന്റെ വീട്ടിൽ നിന്റെ വാപ്പ ബിദ്അത്തുകാരനാണോ, നിന്റെ വാപ്പ ബിദ്അത്തുകാരനാണോ, മുത്തുനബി തങ്ങൾക്കെതിരാണോ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പാരമ്പര്യത്തിനെതിരാണോ, നിനക്കതിനകത്ത് യോജിക്കാൻ കഴിയില്ല. വലൗകാന ആബാഅഹും ഔ അബ്നാഅഹും. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി വാപ്പമാര് തന്റെ ആദർശങ്ങൾ, പഴയകാല ആദർശങ്ങൾ സുന്നിസം ഉപേക്ഷിക്കുന്ന കാലഘട്ടത്തില്, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയും വാപ്പാക്ക് വേണ്ടിയും ഒക്കെ ആദർശങ്ങൾ ഒഴിവാക്കുന്ന കാലഘട്ടത്തില് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വലൗകാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും, നിന്റെ സഹോദരൻ ബിദ്അത്തുകാരനാണ്, സത്യനിഷേധിയാണ്, അള്ളാഹിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണ്, അള്ളാഹുവിന്റെ റസൂലിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണ്, നിനക്കവനോട് യോജിക്കാൻ കഴിയില്ല, നിനക്കവനോട് ഒരു തരത്തിലും അവനോട് സന്ധി ചെയ്യാൻ കഴിയില്ല. ഔ അശീറതഹും, ചിലപ്പോൾ വീട്ടിൽ മൂത്താപ്പ അല്ലെങ്കിൽ കൊച്ചാപ്പ അല്ലെങ്കിൽ വീട്ടിലുള്ള ആര് നമ്മൾ കുടുംബക്കാരിൽ ബിദ്അത്തുകാരനാണോ അവനോട് സന്ധി വെക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനാണ് കാരണം. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവന്റെ ഖൽബില്, അവന്റെ ഹൃദയത്തില് പടച്ച റബ്ബ് ഈമാനാകുന്ന പ്രഭ ചൊരിഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള ഒരു മനുഷ്യന് ഹൃദയത്തിൽ അല്ലാഹുവിന്റെ വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം രേഖപ്പെടുത്തിയ ഒരാൾക്ക്, അല്ലാഹുവിന്റെ ചൈതന്യമുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ബിദ്അത്തിനോട് യോജിക്കാൻ കഴിയില്ല, ഒരിക്കലും സന്ധി ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? അല്ലാഹുവാണ് അവനിക്ക് ആത്മബലം കൊടുക്കുന്നത്, പടച്ച റബ്ബാണ് അവനിക്ക് ആത്മബലം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകാരനോട്
അള്ളാഹിനെതിരെ പ്രവർത്തിക്കുന്നവനോട്, അള്ളാഹിന്റെ റസൂലിനെതിരെ പ്രവർത്തിക്കുന്നവനോട് ഒരിക്കലും ഒരു സന്ധിയും പറ്റൂല. വഅയ്യദഹും ബിറൂഹിൻ മിൻ വയുദ്ഖിൽഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വദുലൈക ഹിസ്ബുല്ലാഹ്. അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്. അള്ളാഹു നമ്മൾ മുത്തുനബി തങ്ങളോടൊപ്പം, ആലാ സുഹാബിനോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, മഹത്തുക്കളോടൊപ്പം, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഞങ്ങളുടെയൊക്കെ ഉസ്താദായ ശൈഖുനാ കലന്തർ മസ്താനുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അതുകൊണ്ടാണ് ഈ അനുസ്മരണം. അവിടുന്ന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച മഹാനാണ്, സുന്നത്ത് ജമാഅത്തിൽ ജീവിച്ച മഹാനാണ്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ച മഹാനാണ്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തന്റെ പുരുഷായുസ് മുഴുവനും ചെലവഴിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ ആ മഹാന് ചേർത്തി പിടിക്കേണ്ടുന്നത്, സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അല്ലാഹുവിന്റെ സൈന്യമെന്ന് പറയുന്നത് അതേ അവരാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെയൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിലായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖുനാ കലന്ത് മർസ്ഥാനോടൊപ്പം നമുക്കും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പിന്നിൽ അണിനിരക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഷമീറുമായുള്ള പന്മന